എൻ്റെ പൊന്നെ ഇന്ന് എനിക്ക് എൻ്റെ കിച്ചണിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു തകർപ്പം കല്യാണം ഉണ്ട്. അപ്പോൾ ആ കല്യാണത്തിനൊന്ന് പോകണം. അപ്പോൾ കിച്ചണിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മുന്നേ നമുക്ക് ടൈം വഴുകും. പിന്നെ കിച്ചണിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ ചായയും കടി മാത്രമായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ കല്യാണത്തിനാണെങ്കിൽ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും കേട്ടോ. ഇക്കണെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊന്ന് ലീവ് എടുത്തതും കൂടിയാണേ. പിന്നെ രാത്രിക്കുള്ള ഫുഡല്ലേ അത് പിന്നെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കാമെന്ന് വെച്ചു കേട്ടോ. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത് നേരത്തെ തന്നെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് എല്ലാം ക്ലീനാക്കലും അടിച്ചലും തുടക്കലും അലക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വ്ളോഗ് ഒന്ന് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഫിനിമോളുടെ ഒക്കെ കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഡ്രസ്സ് മാറ്റുവാൻ നമ്മുടെ ഫിനിമോളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. ഷിബിലി മോനെ കാണുന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റും ഇല്ല കേട്ടോ. അവൻ്റെ മദ്രസയ്ക്ക് നേരത്തെ തന്നെ പോയതാണ്, ഒരു ദോഷം തിന്നുകൊണ്ട് പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ട്യൂഷന് പോകുമെന്ന് പറഞ്ഞു. ട്യൂഷനിലാണെന്നുണ്ടെങ്കിൽ എക്സാമും ആണേ. അപ്പോൾ അവനോട് എക്സാം കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഞങ്ങളൊക്കെ റെഡി ആവാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു തകർപ്പം കല്യാണം കേട്ടോ. കല്യാണം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസിയത്തെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയായാലും പോവാതിരിക്കാൻ പറ്റൂല. പോവാതിരുന്നിട്ട് നമുക്ക് 8ന്റെ പണി കിട്ടണം. അപ്പോഴേക്കത് ഫിനിമോളുടെ ഡ്രസ്സ് ചെയ്യലും മുടികെട്ടലൊക്കെ കഴിഞ്ഞ് അവൾ ഉപ്പയും കൂടി ഇതാ ഫോണും അങ്ങനെ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷിബിലിമോനും എത്തി. അവനിത് റെഡി ആയിട്ടാണ്. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ വിവരങ്ങളൊക്കെ അങ്ങനെ അന്വേഷിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പറയായിരുന്നു കേട്ടോ എക്സാം എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ല, ഇന്നലെ കേട്ടോ നമുക്ക് കല്യാണം. ഇത് അതിരുമട TV ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകാനേ ഉള്ളൂ. അവന് വന്നപ്പോഴേക്കും ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് എല്ലാം കഴിഞ്ഞിരുന്നു. അവനും കാത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. ഹിക്കും പറഞ്ഞിരുന്നു നേരത്തെ തന്നെ പോകണമെന്ന് പറഞ്ഞു. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് വന്നിട്ട് വേണം നബിദിനൊക്കെ അടുത്തില്ലേ. അപ്പോൾ ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പള്ളി ക്ലീനാക്കലും അവിടെ ഓരോരോ പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കാൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ അങ്ങനെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക കല്യാണം കൂടിയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞതായിരുന്നു. ഞാനൊരു 11 മണിക്ക് പോകണം എന്നൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അവൻ എത്തിയപ്പോഴേ 10:45. പിന്നെ അവൻ്റെ കുളിയാണ് ഒക്കെ കഴിയണ്ടേ. കുളിയാണെന്നുണ്ടെങ്കിൽ അവന് കുളിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ 1.5 കുളിയായിരിക്കും കേട്ടോ. പെട്ടെന്നൊന്നും അവൻ്റെ കുളിയൊന്നും കഴിയില്ല കേട്ടോ. പിന്നെ അത് ഹിക്കും തന്നെ ഫോണിൽ തോണ്ടിയോണ്ട് മടുത്ത് വന്നു കേട്ടോ. കഴിഞ്ഞില്ലേ പോവാറായില്ലെന്ന് അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഏതായാലും അവന് ഷൂസും ഷോക്സൊക്കെ അങ്ങനെ ഇടുന്നുണ്ട്. ഞാനും തന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ട് എന്നാലെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഫിനിമോളും പിന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ. ഉമ്മച്ചി പോവാറായില്ലേ, അവിടെ തിരക്കാവൂലേ എന്നൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കല്യാണം ഒന്നുമില്ല കേട്ടോ. ഒരു ബമ്പം കല്യാണം തന്നെയാണ് കേട്ടോ. അവിടെ 4000-ന്റെ 5000-ന്റെ ഇടയിലാണ് കേട്ടോ അവർ ആളെ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളും തന്നെ അതിന് നേരത്തെ തന്നെ പോവേണ്ട, തിരക്കില്ലാത്ത ടൈമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ അതുമല്ല ഭക്ഷണം തന്നെ നല്ലപോലെ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 10:30 മണിയാകുമ്പോഴേക്കൊക്കെ എല്ലാ കല്യാണത്തിലും ഓഡിറ്റോറിയത്തിലൊക്കെ ഫുഡ് വിളമ്പൂല്ലേ. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആവൂലേ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ലല്ലോ. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ വണ്ടിക്ക് വിളിച്ചിട്ടൊന്നും വണ്ടി കിട്ടുന്നില്ല. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നമ്മളൊരു അത്യാവശ്യ സമയത്ത് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വണ്ടി കിട്ടില്ലല്ലേ. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് പോകാനേ ഉള്ളൂ. നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് ഹൈവേ കിട്ടുക. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഒരു വേറെ വണ്ടി വിളിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചതായിരുന്നു. അങ്ങാടിയിൽ നിന്ന് എങ്ങനെയായാലും വണ്ടി കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മരുമോൻ തന്നെ കാറും കൊണ്ട് വന്നത്. അപ്പോൾ മരുമോനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ ഏറ്റവും മൂത്ത ഏട്ടൻ്റെ മരുമോനാണ് കേട്ടോ. അത് നമ്മുടെ മരുമോൻ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു പടിക്ക് 2 പക്ഷി നടന്നില്ല. അവൻ്റെ വണ്ടി തന്നെ അങ്ങനെ പോയിട്ട് അവന് കല്യാണത്തിന് പോരുകയാണെന്നുണ്ടെങ്കിൽ പോന്നും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയി വെട്ടിച്ചേറ ഡോളിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെയാണെന്നൊരു ഒമ്മാതിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. എത്രയോ പ്രശ്നങ്ങളാണ് ഇവിടെ അങ്ങനെ നടക്കുന്നത്. നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ പ്രശ്നങ്ങൾ കേട്ടോ. അങ്ങനെ ഏതായാലും അതിൻ്റെ ഉള്ളിലൂടെ മെല്ലെ അങ്ങോട്ടാണ് കഴിച്ചിലായി. ഇപ്പോൾ പിന്നെ മഴക്കൊന്നും ഒതുങ്ങിയതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണല്ലേ. കല്യാണത്തിനൊക്കെ പറ്റിയൊരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അങ്ങനത്തെ ഞങ്ങൾ പോയി അൽഹംദുലില്ലാ 12 മണിയായപ്പോഴേക്കും അതിരുമടി CV ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് എന്തോരം ജനങ്ങളാണോ. ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ കാരണം തന്നെ ഇവിടുത്തെ ഇക്കാന് പറയല്ലോ കേട്ടോ. അവരുടെ ക്ഷണം ഒരു 1.5 ക്ഷണം കൂടെയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഇക്ക കണ്ടിട്ടൊക്കെ ഓരോന്ന് കാണിക്കുന്നത് കണ്ടില്ല നമ്മുടെ ഇക്കാനോട്. അപ്പോൾ നമ്മുടെ അയൽവാസിയത്തേക്കൊക്കെ 2 ആൺകുട്ടികളാണ് കേട്ടോ. പിന്നെ ഈ ചെക്കനും പെണ്ണും കൂടി ഇവിടെ മുകൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണം കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇക്കാൻ്റെ മൂത്ത മോന്. ഇവർക്ക് പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനാണ് ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് എന്താ ഭംഗി കാണാൻ. എല്ലാവരും ബഫേലാണ്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ കുട്ടൻ ബിരിയാണിയും ആയിരുന്നു.
പിന്നെ ചിക്കൻ ഗ്രേവി അതുപോലെ തന്നെ ബീഫ് കൊണ്ട് പിന്നെ എന്തോ ഒന്നും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എനിക്കത് പറയാനൊന്നും അറിയുന്നില്ല കേട്ടോ. ശരിക്കും വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേ ആയിട്ടാ 12 മണി. പിന്നെ നല്ല സലാഡും അതുപോലെ തന്നെ നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതില്ല. അപ്പം അതാ മാമനിത മയമത അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ ഫാമിലി പൊട്ടാരോട്ടെ ഈ നിൽക്കുന്ന എല്ലാവരും ഓരോരോ കഥകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല ഷിബിലി മോൻ്റെ ഐസ്ക്രീം എന്നുണ്ട്, പിന്നെ പോപ്കോൺ ഉണ്ട്, ഓരോരോരുത്തരുത് എല്ലായിടത്തും ഓരോരോരോന്നായിട്ട് അവർ അങ്ങനെ തിന്നുന്നുണ്ട്. പിന്നെ അത് ഉള്ളിലേക്ക് കയറി ചെന്നപ്പോഴുള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത്. പെണ്ണും ചെക്കനും സ്റ്റേജും അങ്ങനെ ഇരിക്കുന്നുണ്ട്, നല്ല ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കുന്നു, ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി കല്യാണം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൂടെ പാട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയിൽ പാട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടി അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഫോട്ടോസും അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പാട്ട് അതുപോലെ ഇടാത്ത, പിന്നെ ഡാൻസ് എന്താ അതുപോലെ ഇടാത്തത്. അപ്പോൾ പാട്ടിലൊക്കെ ഇവർ മ്യൂസിക് ഇട്ടിട്ടല്ലേ പാടുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് വീഴും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പാട്ടും ഡാൻസും അതുപോലെ അപ്ലോഡ് ചെയ്യാട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണേ. അങ്ങനെ ഞങ്ങളൊന്ന് കയറിയിട്ടാ, ഞങ്ങൾ ചെക്കനും പെണ്ണീനൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളും തന്നെ ഒന്ന് കയറി. അപ്പോൾ ഉമ്മ ഉണ്ട്, ആങ്ങളുടെ മക്കളുണ്ട്, നമ്മുടെ ഷിബിലി മോനും എല്ലാവരും ഒരു ഒന്നൊന്നര ഫാമിലി ആയിട്ട് തന്നെ ഞങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും തന്നെ പെണ്ണിനോടൊക്കെ ഒന്ന് പരിചയപ്പെടാണേ. അപ്പോൾ നമ്മളെ കല്യാണ ചക്കനക്ക് നമ്മളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവന് ഓരോരോ വിശേഷങ്ങൾ അങ്ങനെ ചോദിക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാടായിട്ടുണ്ട് കണ്ടിട്ട്. നമ്മൾ ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്, നമ്മൾ താമസം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾക്കതൊരു സന്തോഷം തന്നെയല്ലേ. അവർക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷം കൂടിയല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ താമസിക്കുന്നത് അവിടെയല്ല. എന്നാൽ പിന്നെ അവൻ ഏതായാലും കണ്ടതല്ലേ, അപ്പോൾ ഒരു പിക്കൊക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അവനിങ്ങനെ ഓരോരോ വിശേഷങ്ങൾ ചോദിക്കായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും എത്ര കുട്ടികളാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. ആ വിശേഷങ്ങൾ കേട്ടോ ഇവിടെ പറയുന്നതും ചിരിക്കുന്നതും പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഒക്കെ ഈ കാണുന്നത്. അപ്പോൾ ഞാനും തന്നെ എൻ്റെ ചാനലിൽ ഇതാണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. ഏതായാലും ഒരു ഓർമ്മക്കായിട്ട് ഇതൊക്കെ നേടിയിരിക്കട്ടെ. പിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പിക്കൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് എങ്ങനെയായാലും പോകില്ലേ. അപ്പോൾ ഇത് പിന്നെ ഇവിടെ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുമല്ലോ, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കാണാമല്ലോ. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ ധൃതിയുള്ളവരൊക്കെ ആദ്യം തന്നെ പോയിട്ട് ഞങ്ങൾ പിന്നെ ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഒക്കെ കണ്ടതിന് ശേഷം പോകാമെന്ന് വെച്ചു. ഏതായാലും ലാസ്റ്റ് ഒരു കലാശക്കൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണെന്നല്ലോ ക്യാമറാമാൻക്കാണെന്നുണ്ടെങ്കിൽ ഇരുത്തിയിട്ടും നിർത്തിയിട്ടും പൂതി തീരുന്നില്ല. അവരുടെ ഷർട്ടും ഫാളും ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്നുമില്ല നിർത്താം. അങ്ങനെ തന്നെ അല്ലല്ലോ ഒരു പിക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ റൂൾസൊക്കെ ഉണ്ടാവില്ലല്ലേ. അങ്ങനെ എൻ്റെ പൊന്നെ കുറച്ച് ചെള്ളും പുള്ളൊക്കെ നമ്മൾ കൂട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെള്ളും പുള്ളിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒപ്പിക്കുന്ന കേട്ടോ ഈ കാണുന്ന. ഏതായാലും അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരുന്ന് ക്യാമറാമാനക്ക് ഏതായാലും ഒക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും അതെ ഓരോരുത്തർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറാനും നിൽക്കാനൊക്കെ പറയുകയായിരുന്നു. നമ്മളാണെന്നുണ്ടെങ്കിൽ നിന്ന് മടുത്തും ചെയ്തു കേട്ടോ. പിന്നെ എൻ്റെ പൊന്നെ ക്യാമറാമാൻ 1 2 3 ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പിക്ക് അങ്ങോട്ടുണ്ട് ഉഷാറായിട്ടോ. ക്യാമറാമാൻമാർക്കാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടും തീരുന്നില്ല കേട്ടോ. അങ്ങനെ ഏതായാലും പീക്കൊക്കെ നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും തന്നെ അവരോട് സലാം പറഞ്ഞുകൊണ്ട് നല്ലൊരു മംഗളാശംസകളൊക്കെ നേർന്നുകൊണ്ട് ഞങ്ങളും തന്നെ ഇറങ്ങാണേ. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയിട്ട്, ഞാൻ കുറേ വോയിസ് വിട്ടതിന് ശേഷമാണ് എനിക്ക് ഈ വീഡിയോസ് ഓർമ്മ വന്നത്. ഇത് നമ്മൾ ആദ്യം കൊടുക്കുന്ന വീഡിയോസ് ആയിരുന്നു, ഇത് എൻട്രി ആയിരുന്നു കേട്ടോ സ്റ്റേജിക്ക് വരുന്നത്. ഇത് പിന്നെ എനിക്കാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഇത് ഇവിടെ ആഡ് ചെയ്താണ് കേട്ടോ. ഇത് ഇവർ സ്റ്റേജിലേക്ക് വരുന്ന ഒരു എൻട്രി ആണേ. ഇത് ഞാൻ ആദ്യം തന്നെ കൊടുക്കാൻ മറന്നുപോയി. ഇനി ഇത് ഞാൻ ഫസ്റ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോയിസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നീട് വോയിസ് വിടേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്തതാണ്. ഒരു വീഡിയോസ് എഡിറ്റ് ചെയ്യണം, വോയിസ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം റിസ്കുകളാണ് അല്ലേ. യൂട്യൂബേഴ്സായ ഓരോരുത്തർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഇതൊന്നും എഡിറ്റ് ചെയ്യാനും ടൈമും ഇല്ല കേട്ടോ. പിന്നീടെന്നുണ്ടെങ്കിൽ ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പോൾ ഈ സ്പോട്ടിൽ തന്നെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിന്ന് കുറച്ച് തിരക്കേറിയ ഒരു ദിവസം കൂടിയാണേ. എന്തായാലും ഭംഗി കാണാൻ തന്നെ ഞങ്ങൾ ഏതായാലും ഇതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഏതായാലും അസറ് നിസ്കരിക്കാനുണ്ട്, അപ്പോഴേക്ക് പിന്നെ വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. ഞങ്ങളും തന്നെ അതങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഏതായാലും വീട്ടിൽ വേറെ പണികളല്ലല്ലോ, അപ്പോൾ പിന്നെ ഏതായാലും അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരും അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡാൻസും വന്നിട്ട് ഇവർ തന്നെയാണ് എല്ലാ കളിയിലും. പക്ഷേ ഇവരങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്തായാലും ഭംഗി. അങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തൊരു കല്യാണം കൂടിയായിരുന്നു കേട്ടോ ഇത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇക്കാൻ്റെ ഇത്താൻ്റെയും
ഒരു സ്നേഹമാണ് കേട്ടോ. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇക്കയും ഇത്തയും കൂടിയാണ് കേട്ടോ. ഇതാണ്ട് നമ്മുടെ കല്യാണ ചെക്കൻ്റെ പൊന്നുമ്മച്ചി കണ്ടില്ല നിങ്ങൾ. ഞാൻ വന്ന സ്പോട്ടിലൊന്ന് കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര തിരക്കില്ലായിരുന്നു കേട്ടോ. ഏതായാലും പോണ ടൈമിലൊന്ന് കാണാമെന്ന് വെച്ച് ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുകയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്കൊരു പെൺകുട്ടികളിലായിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ആ 2 ആൺകുട്ടികൾ വളർന്ന് അവർക്ക് 2 പെൺകുട്ടികളും കൂടി ആയി, കൂടെ ഒരു പേരക്കുട്ടിയും കൂടി ആയിട്ട്. അപ്പോൾ പെൺകുട്ടികൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവർ. അങ്ങനത്തെ ലാസ്റ്റ് കലാശക്കൊട്ട് ഫാമിലികൾ തമ്മിലുള്ള കലാശക്കൊട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഏതായാലും അൽഹംദുലില്ലാ ഇനിയുള്ള ഇവരുടെ ജീവിതകാലം നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴേക്കത് എല്ലാം കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂടെ സബ്സ്ക്രൈബും ലൈക്കും മറക്കല്ലേ. ബൈ.